എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. 1000 പാമ്പുകളുടെ അമ്മ. ദക്ഷ പ്രജാപതിയുടെ മകളാണ് കദ്രു. കദ്രുവിൻ്റെ ഭർത്താവാണ് കശ്യപൻ. കശ്യപൻ്റെ അടുത്തിരുന്ന കദ്രു ഒരു ദിവസം വളരെ വിചിത്രമായ ഒരു ആവശ്യം അദ്ദേഹത്തോട് പറഞ്ഞു. കദ്രുവിന് തൻ്റെ പുത്രന്മാരായി 1000 നാഗങ്ങൾ ജനിക്കണം. ഇതായിരുന്നു ആവശ്യം. കശ്യപൻ സമ്മതിച്ചു. വൈകാതെ കദ്രു മുട്ടയിടാൻ തുടങ്ങി. അവൾ ദിവസം മുട്ടകളിടാൻ തുടങ്ങി. അങ്ങനെ 1000 മുട്ടകളിട്ടു. മുട്ടകളെല്ലാം അവൾ കുടത്തിൽ സൂക്ഷിച്ചു. മുട്ടകൾ പെട്ടെന്നൊന്നും വിരിഞ്ഞില്ല. എത്ര വർഷം കഴിഞ്ഞാണ് വിരിഞ്ഞതെന്നറിയാമോ? 500 വർഷങ്ങൾ. 1000 മുട്ടകളിൽ നിന്ന് 1000 പാമ്പുകൾ പുറത്തു വന്നു. കദ്രുവിന് സന്തോഷമായി. ലോകത്ത് ഇന്നുള്ള നാഗങ്ങളെല്ലാം കദ്രുവിൻ്റെ ആ പുത്രന്മാരിൽ പ്രമുഖരായ 80 പാമ്പുകളിൽ നിന്നുണ്ടായവരാണ്. കശ്യപന് കദ്രുവെ കൂടാതെ മറ്റൊരു ഭാര്യയും ഉണ്ടായിരുന്നു, വിനത. ആ സപത്നിമാർ തമ്മിൽ എപ്പോഴും തർക്കമുണ്ടാകാറുണ്ട്. ഒരു ദിവസത്തെ തർക്കം ഇന്ദ്രൻ്റെ കുതിരയുടെ വാലിനെ പറ്റിയായിരുന്നു. ആ കുതിരയുടെ വാൽ കറുത്തതാണെന്ന് കദ്രു പറഞ്ഞു. കദ്രുവിന് വിവരമില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നതെന്ന് വിനിത വാദിച്ചു. തർക്കം മൂത്തപ്പോൾ തർക്കത്തിൽ തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആളുടെ ദാസിയായിരിക്കണമെന്ന് അവർ പന്തയം നിശ്ചയിച്ചു. കദ്രു ഉടനെ തൻ്റെ മക്കളായ കരിനാഗങ്ങളെയെല്ലാം വിളിച്ച് രഹസ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെല്ലാം ഇന്ദ്രൻ്റെ കുതിരയുടെ വാലിൽ ചെന്ന് കടിച്ച് തൂങ്ങിക്കിടക്കണം. ആര് വന്ന് കണ്ടാലും വാലിലെ കറുത്ത രോമങ്ങളാണ് അവർക്ക് തോന്നണം. ഞങ്ങളതിന് തയ്യാറല്ല. കുറേ നാഗങ്ങൾ കദ്രുവിനോട് എതിർത്തു. എങ്കിൽ നിങ്ങൾ ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ വീണ് വെന്തു മരിക്കും. കദ്രു അവരെ ശപിച്ചു. ബാക്കിയുണ്ടായിരുന്ന പാമ്പുകളെല്ലാം ഇന്ദ്രൻ്റെ കുതിരയുടെ വാലിൽ കറുത്ത രോമങ്ങളെ പോലെ തൂങ്ങിക്കിടന്നു. വിനത തോറ്റു. ഇന്ദ്രൻ്റെ കുതിരയുടെ വാൽ കറുത്തതാണെന്ന് തീരുമാനിക്കപ്പെട്ടതിനാൽ കദ്രു ജയിച്ചു. പാവം വിനത. അവൾ കദ്രുവിൻ്റെ ദാസിയായി. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.